പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് സ്വന്തം മഹത്വത്തിനായിട്ട് പേരെടുക്കാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തെ ദുർവിനിയോഗിക്കുന്നവരെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വചനഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 12:43 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരെ പ്രശംസ അവർ അഭിലഷിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വരുന്ന 24, 25, 26 തീയതികളിൽ ജൂലൈ മാസത്തിൽ ഒരു ഓൺലൈൻ ധ്യാനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ധ്യാനമാണ്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പലർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ധ്യാനം കൂടാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന രോഗികളോ മറ്റ് ബുദ്ധിമുട്ടുകളിലോ ഒക്കെ കഴിയുന്നവരുണ്ടെങ്കിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ് അതിൻ്റെ സമയം വെച്ചിരിക്കുന്നത്. അപ്പോൾ 7 മണിക്ക് തന്നെ തുടങ്ങും, 7 മണിക്ക് തന്നെ കയറിയും വേണം. അപ്പോൾ ഇടയ്ക്കൊന്നും ഇട്ട് കയറാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ ആദ്യം മുതലേ നമ്മൾ കേൾക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിയിക്കുക. രോഗത്തിൽ കഴിയുന്നവർ, കടബാധയിൽ കഴിയുന്നവർ, തകർച്ച കഴിയുന്നവർ, ആത്മഹത്യ ചിന്ത അല്ലെങ്കിൽ മറ്റ് മാനസികാവസ്ഥയിൽ കഴിയുന്നവരൊക്കെ ദൈവവചനത്തിലൂടെ നമുക്ക് അതിനൊരു വലിയ മേഖലകൾ, ഒരു വലിയ ആശ്വാസം നമുക്ക് ലഭിക്കാൻ വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം യേശുക്രിസ്തുവിൽ ലഭിക്കാൻ വേണ്ടി ഒരുക്കുന്ന ധ്യാനമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ധ്യാനത്തിന് വേണ്ടി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരുവിധ ഫീസോ മറ്റ് സാമ്പത്തിക കാര്യങ്ങളോ അതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർ ചോദിക്കും ഓൺലൈൻ ധ്യാനം സൗജന്യമാണെന്ന്. പൂർണ്ണമായിട്ട് സൗജന്യമാണ്. നമ്മുടെ എല്ലാ ധ്യാനവും സൗജന്യമാണ്. ആരെങ്കിലുമൊക്കെ തരുന്ന ചില സഹായങ്ങൾ കൊണ്ടാണ് നമ്മൾ മറ്റ് താമസമുള്ള ധ്യാനങ്ങളൊക്കെ ക്രമീകരിക്കുക. എന്നാൽ സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ധ്യാനം നടത്തുക എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും. ചിലരുടെ കയ്യിൽ പൈസ ഇല്ലാത്തവരുണ്ടാകാം. അപ്പോൾ അവരെയും കൂടെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി താല്പര്യമുള്ളൊരു ബ്രൗച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൗച്ചർ ഞാൻ അയച്ചു തന്നോളാം. അപ്പോൾ അത് പലർക്കും പങ്കുവയ്ക്കുക. വീട്ടിലിരുന്ന് ഒരു ധ്യാനാനുഭവത്തിലിരുന്ന് ഒരു 3 മണിക്കൂറോളം കർത്താവിൻ്റെ വചനം ചിന്തിക്കുകയാണ്. ആകെ 3 ദിവസമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പോൾ താല്പര്യമുള്ളവർ അറിയിക്കുക. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് സ്വന്തം മഹത്വത്തിനായി യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നവരെക്കുറിച്ചാണ്. ബൈബിളിൽ പിശാചും അങ്ങനെ സ്വഭാവമുള്ള ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ യോഹന്നാൻ സുവിശേഷം 12:43 പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരെ പ്രശംസ അവർ അഭിലഷിച്ചു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വം, ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമ്മളും മഹത്വപ്പെടുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും കൊണ്ട്, കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ ആ മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ മനുഷ്യപ്രീതിക്ക് വേണ്ടി കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ഭയം മൂലം യേശുവിനെ ഏറ്റുപറയാത്തവരെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ പ്രശംസയ്ക്കും മറ്റ് പ്രോത്സാഹനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ പേരിൽ അവർ മുന്നോട്ട് പോകുന്നു. വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പേരിലാണ് അവരിതെല്ലാം ചെയ്യുന്നത്, പക്ഷെ മഹത്വം മുഴുവൻ അവർ ഏറ്റെടുക്കുന്നു. യോഹന്നാൻ സുവിശേഷം 7:18 വായിക്കുന്നുണ്ട്, സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. അപ്പോൾ സ്വമേധയാ സംസാരിക്കുന്നവൻ ഒരു പരിശുദ്ധാത്മാവിലല്ല, പിന്നെയോ സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ഹിതപ്രകാരവും ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ. ചിലപ്പോൾ യേശുവിൻ്റെ പേരിലായിരിക്കാം അവർ ഈ ഭൂമിയിൽ എല്ലാവരെയും മുമ്പിൽ നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവർക്ക് യേശുവുമായിട്ടൊരു ബന്ധമില്ല, ശരിയായൊരു ബന്ധമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമം എടുത്തിട്ട് സ്വമേധയാ സംസാരിക്കും. ഞാൻ എന്നൊക്കെ നമുക്ക് ഞാനെന്നുള്ളത് ഉപയോഗിക്കുന്നത് തെറ്റില്ല. പക്ഷേ ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ചെയ്തു എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തി പൂജ അല്ലെങ്കിൽ വ്യക്തി പ്രാപവും കൊണ്ടുവരും. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നെ കർത്താവ് പ്രവർത്തിക്കുന്നത് അനുഗ്രഹങ്ങളിലെല്ലാം കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ സ്വന്തം പേരിലാക്കി പേരെടുക്കുന്നവർ. അപ്പോൾ അവിടെ പറയുകയാണ്,
സ്വമേധയാ സംസാരിക്കുന്നത് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. അതാണ് എൻ്റെ പിന്നാലെ ഒരാളുണ്ട്. സ്നാപകനാൻ പറഞ്ഞതുപോലെ പിന്നാലെ ഉള്ളവനെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവനെ, എന്നിൽ ശക്തിപ്പെടുത്തുന്നവനെ, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും എന്തു ചെയ്യുന്നു? അയച്ചവരാണ് അവരാണെന്ന്. പിതാവായ ദൈവം നമ്മളെ അയച്ചു. എന്തു ചെയ്തു? അത് ആ മഹത്വം അന്വേഷിക്കണം. പിതാവായ ദൈവം ആണ് നമ്മളെ അയച്ചത്, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുന്നതൊന്നുമല്ല ശുശ്രൂഷകൾ. ഇപ്പോൾ പേരല്ല, നാമമല്ല നമുക്ക് പ്രധാനപ്പെട്ട നാമമാണെങ്കിലും ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഒരു വ്യക്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ആ വ്യക്തി വിട്ട് കളഞ്ഞിട്ട് നാമത്തെ ഫോക്കസ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കാപട്യം കാണിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 11-ാം തീയതി പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. അപ്പം പ്രസംഗിക്കുന്നത് ആ വ്യക്തിയുടെ കഴിവല്ല. പിന്നെ കഴിവ് ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പറ്റും, പ്രസംഗ പരിശീലനം അങ്ങനെയൊക്കെയുള്ള കഴിവ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ല, ഒരു കഴിവില്ലാതെ. കഴിഞ്ഞ ഇതിൽ സന്ദേശത്തിൽ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ഭയമാണ്, മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് പറഞ്ഞു. ഞാനിപ്പം സാധാരണ നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാറുള്ളൂ. നമ്മൾ കോമൺ ആയിട്ട് അതിനകത്ത്, അതുകൊണ്ടാണ് എൻ്റെ ഉത്തരങ്ങൾ കൊടുക്കാത്തത്. എന്നാലും അതൊരു ആ വ്യക്തികളുടെ ആഗ്രഹമുള്ളത് കൊണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്ന പലരും ഉള്ളത് കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ ആൾക്കാരെ സ്റ്റേജിലേക്ക് കയറുന്നൊന്നുമല്ല. സുവിശേഷ പ്രഘോഷണം ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് പടിപടിയായി പറയാം. നമുക്കറിയാം, ആദ്യം അംഗനവാടിയിൽ പോകുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സറി പോകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, 1-ാം ക്ലാസ്സിൽ വരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. പ്രശ്നമൊക്കെ നമുക്ക് കുറച്ച് കൊട്ടേഷൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നടക്കും. വാക്ചാതുര്യമോ കഴിവോ ഉണ്ടെങ്കിൽ, സംസാര പാഠമോ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷേ അരുളപ്പാടോടുകൂടി പ്രസംഗിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാടോടുകൂടി പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ വേണം. ഇപ്പോൾ എൻ്റെ ആദ്യകാല ശുശ്രൂഷകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വർഷക്കാലം വീടുകൾ തോറും കയറി ഇറങ്ങി. അന്ന് വചനോത്സവമൊക്കെ ഉണ്ട്. അപ്പോൾ വചനോത്സവം കൊടുക്കുക. അന്ന് ആ വചനോത്സവമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസിക. പിന്നെയാണ് ശാലോമൊക്കെ വന്നത്. അപ്പോൾ ആ വചനോത്സവ മാസിക കൊടുക്കും, ഓരോ വീടുകളിൽ കൊണ്ടുവരുന്നത് കൊടുക്കും. എനിക്കൊന്ന് അന്ന് 1.5-2 രൂപ എങ്ങാണ്ട് വിലയുള്ളൂ. ഞാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിച്ച് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മൾ സുവിശേഷ വേലയിൽ സൈക്കിളൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ചെന്ന് ഓരോ വീടുകളിൽ കൊടുത്തു കഴിയുമ്പോൾ ചില വീടുകളിലുള്ളവർ, പ്രായമുള്ളവരൊക്കെ അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയും. പിന്നെ ആദ്യം അവർ വണ്ടിയൊക്കെ ഇട്ട് അവരെ പോട്ടെ ആശ്രമത്തിൽ കൊണ്ടുപോയി ധ്യാനമൊക്കെ കുടിപ്പിക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ നടത്താറുണ്ട്. ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരു 91 കാലഘട്ട സമയങ്ങളിലാണിത്. അതിന് മുമ്പായിട്ടുള്ള 90-91 കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളായി. അപ്പം പേഴ്സൺ ടു പേഴ്സൺ ഇവാഞ്ചലൈസേഷൻ, വ്യക്തിപരമായി നമ്മൾ സുവിശേഷം പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ സഭാകമ്പമൊക്കെ നമുക്ക് മാറിപ്പോവും. കാരണം വ്യക്തിയോട് സംസാരിക്കാൻ ഭയമുള്ളവരുണ്ട്. ഒരു കാര്യം സംസാരിച്ച് അവരോടുമായിട്ട് സ്നേഹത്തിൽ പങ്കാളിയാകാൻ, നമ്മളൊരു സമൂഹത്തെ കാണുന്നതിനേക്കാൾ ഉപരി വ്യക്തികളെ കണ്ട് മുന്നോട്ട് പോകുമ്പം ഒരുപാട് ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആൾക്കാരെ നിൽക്കുന്നതല്ല നമ്മുടെ ശുശ്രൂഷ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ. നമുക്ക് അറിയാവുന്നിടത്തോളം, നമുക്ക് ആരെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചോദിക്കാം, കാര്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റണം. പക്ഷേ ഇതിലൊന്നും നമ്മൾ ഒരുപാട് പരിഹാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ദൈവം കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ആരും ഭയത്തിലെ അവസ്ഥയിലേക്ക് വരണ്ട. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ പറയുകയാണ്, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ ആ വ്യക്തിയല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. അപ്പോൾ പിതാവായ ദൈവം ഇങ്ങനെ അരുളപ്പാട് വഴി സംസാരിക്കുന്നത്, ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ എന്തു പറ്റുന്നു? യേശുവിന് മഹത്വമുണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തു മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഒരു ട്രെൻഡാണ്. ഇപ്പം നമ്മൾ വെല്ലുവിളിക്കൊന്നുമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകൾ ചിന്തിച്ച് നോക്കുക. ഒരു ഫോട്ടോ വയ്ക്കാതെ നിങ്ങളുടെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇന്നിപ്പോൾ ഫോട്ടോ വെച്ചാലേ ആൾ വരത്തുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. ഈശോയുടെ ഫോട്ടോ
മുകളിലൊക്കെയാണ് വെക്കുന്നത്, അതൊരു മൂലയ്ക്ക് കിടക്കും, അതൊന്നും ആരും നോക്കാറില്ല. വേറെ ഒരുപാട് പേരെ ഫോട്ടോ വെച്ചുള്ള ഫ്ലെക്സുകൾ ധ്യാനത്തിന് ചില കാരണം ഞാൻ നോക്കുമ്പോൾ ചില ധ്യാനത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ധ്യാനിപ്പിക്കുന്ന ചിലപ്പോൾ 100-150 പേരൊക്കെ ആയിരിക്കാം. 3 ദിവസമേ ഉള്ളൂ, 3 ദിവസത്തേക്ക് 10 ശുശ്രൂഷകരാണ്. 10 ശുശ്രൂഷകരാണ്. ഇനി 10 പേർക്ക് അവസരം കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു അടിമത്തത്തിലൂടെ പോകുന്ന ഒരുപാട് ശുശ്രൂഷ മേഖലയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ അവിടുന്ന് ഉടനെ വേറെ സ്ഥലത്തേക്ക് ചാടിപ്പോകുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്ന പരിപാടി പോലെ ചില ചാടിപ്പോകും. അവർ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഈ സുവിശേഷവത്കരണത്തിന് വേണ്ടി ആദിമസഭയിൽ പല പേരുകളുണ്ടായിരുന്നു. അതുപോലെ ഈശോയ്ക്ക് മഹത്വം കൊടുക്കാൻ വേണ്ടി അതൊക്കെ ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇന്ന ബ്രദറിൻ്റെ പേരിൽ, ഇന്ന ധ്യാനഗുരുവിൻ്റെ പേരിൽ, ഇന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ പേര്, ഇതെല്ലാം മുകളിൽ നിൽക്കുന്നത്. യേശുവിൻ്റെ പേരിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ പേര്, ധ്യാനഗുരുവിൻ്റെ പേര്, ശുശ്രൂഷകൻ്റെ പേരൊക്കെയാണ്. അത് നോട്ടീസ് പ്രിൻ്റ് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഇനി നമുക്ക് പേര് വേണേൽ പ്രിൻ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഫോട്ടോ വെച്ചിട്ടാണ്. എന്നാൽ ഈ ഫോട്ടോ കണ്ടിട്ടാണ് യൂട്യൂബിൽ കാണുന്ന അച്ഛനാണോ അത്, യൂട്യൂബിൽ കാണുന്ന ബ്രദറാണോ അത് എന്നിങ്ങനെ ഒരു ചോദ്യം ഇന്ന് പലയിടത്തുമുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കാണുന്നത് അല്ലെങ്കിൽ ചാനലുകളിൽ കാണുന്നത് മാത്രം, പ്രിയമുള്ളവരെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തതുപോലെയാണ് നമ്മുടെ എല്ലാ ചാനലുകളും പോവുക. കാരണം അവർ ബാലൻസ് ചെയ്തേ പോവുകയുള്ളൂ. കാര്യം അവർ ഒരുപാട് ചില സമ്മർദ്ദങ്ങളിലാണ്. ചില കാര്യം തുറന്നു പറയാനുള്ള മടി അവർക്കുണ്ട്. അതിന് ഭയമുള്ളത് കൊണ്ട് അവർ പലപ്പോഴും ബാലൻസ് ചെയ്തേ പോവുകയുള്ളൂ. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ, വളരെ കർശനമായ രീതിയിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഉടനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചാനലുകളെയാണ് പലപ്പോഴും പലരും ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഏതാണ്ട് ഒരു പെട്ടുപോയ അവസ്ഥയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പുട്ടിന് തേങ്ങാപ്പൂരി ഇടുന്ന പോലെ ഒരു കുറച്ച് ആത്മീയ കാര്യങ്ങൾ ചെയ്തു പോകുന്നേ ഉള്ളൂ. പക്ഷേ ജനത്തിന് ഇത് സത്യമെല്ലാം അറിയാം. അതുകൊണ്ട് ജനം തീർച്ചയായിട്ടും ഓരോ കാലഘട്ടം കഴിയുന്തോറും കൃപയിലൂടെയുള്ള ശുശ്രൂഷ അല്ലാതെ വരുമ്പോൾ ആ ശുശ്രൂഷകൾ പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം, അല്ലാതെ സ്വന്തം മഹത്വത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിരിക്കരുത്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 50 ഇങ്ങനെ വാക്ക് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ, 54-ാം തിരുവചനം, മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. പലപ്പോഴും ഞാനൊരു നിസ്സാരപ്പെട്ട ധ്യാനഗുരു അല്ലെന്ന് കാണിക്കാൻ, ശുശ്രൂഷ അല്ലെന്ന് കാണിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തികൾ, ദൈവഹിതമല്ലാത്ത എന്തെല്ലാം ടെക്നിക്കുകളാണ് പലരും ഉപയോഗിക്കുന്നത്. ചിന്തിച്ചു നോക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി പിടിക്കപ്പെടുകയും അവരെത്രത്തോളം നാട് മുഴുവൻ അറിഞ്ഞോ അത്രത്തോളം അവർ അവഹേളിക്കപ്പെടുകയും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വീണു പോവുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, മഹത്വം കർത്താവിനുള്ളതാണ്, എനിക്കതെടുക്കാൻ അനുവാദമില്ല. അത് പിശാചിൻ്റെ ഒരു സ്വഭാവമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പിശാചിൻ്റെ സ്വഭാവമാണ് പേരെടുക്കുക, പ്രശസ്തരാവുക, മഹത്വം നേടുക. ഞാനൊരു കാര്യം ചെയ്തിട്ട് ആരും താങ്ക്സ് എന്നോട് പറഞ്ഞില്ലല്ലോ, നന്ദി പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള പരിഭവത്തിൽ കഴിയുക. ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തതെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിൻ്റെയും മുമ്പിൽ എൻ്റെ പേര് വേണം, എല്ലാത്തിൻ്റെയും മുമ്പിൽ ഞാനൊന്ന് ഉയർന്നു നിൽക്കണം. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞെന്താണ്, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. യോഹന്നാൻ സുവിശേഷം 5:41 നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല. അപ്പം ഈശോയെ കണ്ടിട്ട് കുറേ നന്ദിയൊക്കെ പറഞ്ഞു വരുന്ന ചിലരുണ്ട്. നമ്മൾ പറഞ്ഞ പച്ചമലയാളത്തിൽ പറയുമ്പോൾ സോപ്പിടുന്ന പരിപാടി, അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ കയ്യിൽ വന്ന് വീഴും എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഇവരെന്ത് ചെയ്തു, മനുഷ്യരിൽ നിന്നുള്ള മഹത്വം ഞാൻ സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല. അടുത്ത വാക്ക്, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം മഹത്വം അന്വേഷിക്കുക. ഞാൻ പലപ്പോഴും ഈ ഇടവക തിരുനാളിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നേർച്ചയായിട്ട് പലരും തിരുനാളുകൾ ഏറ്റെടുത്ത് കഴിയുമ്പം അവിടെ ഒരു തീരുമാനം പറയും. പല ഇടവകളും നടക്കുന്ന കാര്യമാണ്. ചിലയിടത്ത് 7 ദിവസമായിരിക്കാം, ചിലടത്ത് 11 ദിവസമായിരിക്കാം. അങ്ങനെയൊക്കെയാണ് തിരുനാൾ. ചിലപ്പോൾ 3 ദിവസമായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു തിരുനാൾ 11 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ കാണും. ഇപ്പോൾ 7 ദിവസത്തോളം തിരുനാളുണ്ടെങ്കിൽ 6 ദിവസവും അവിടെ ഒരു തീരുമാനം വരും, പുറത്തുനിന്ന് അച്ഛന്മാരെ വിളിക്കണമെന്ന് പറയും. ഓരോ ദിവസവും ഓരോ അച്ഛന്മാർക്ക് പ്രസംഗിക്കാനും ബലിയർപ്പിക്കാനുമുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഈ നേർച്ച നേരുന്ന ആളാണ് ഇതിൻ്റെ കാശ് കൊടുക്കുന്നത്. അപ്പം ഒരു ഇടവകയിൽ നിന്നുള്ളൊരു അച്ഛൻ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും,
വികാരിച്ചും പറയും ഒരു 2000 രൂപ എങ്കിലും കുറഞ്ഞത് കൊടുക്കണം. അപ്പോൾ അയാൾ കൊടുക്കും. അങ്ങനെ 6 പള്ളികളിൽ നിന്ന് 6 വൈദികർ വന്നു, അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്ന ശുശ്രൂഷ. ഇപ്പോൾ ധ്യാനം പോലും അങ്ങനെ ആക്കി, ഓരോ ദിവസവും ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ അവരവരെ ഫാൻസുകാർ വന്ന് ആ ധ്യാനം കൂടിയിട്ട് പോകും. ജനത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ 6 പേര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 6 പേരും ഈ പള്ളിയിൽ വരുന്നു, ഈ തിരുനാൾ നടക്കുന്ന പള്ളി വരുമ്പോൾ 6 പേർക്കും 12,000 രൂപ ഈ നേർച്ചയായിട്ട് നടത്തുന്ന ആളുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ഈ വന്ന 6 പേരെന്ത് ചെയ്യും? അവരിടവക പള്ളിയിൽ തിരുനാൾ വരുമ്പം തങ്ങളെ വിളിച്ച ഇവരെ അങ്ങോട്ട് വിളിക്കും, ഈ വൈദികരെ അങ്ങോട്ട് വിളിക്കും. സത്യം പറഞ്ഞാൽ ഈ കാശ് ഇപ്പോൾ സത്യത്തിൽ ആർക്കാണ് കിട്ടുന്നത്? ആരാണോ വിളിച്ചു കൊണ്ടുവന്ന അവർക്കാണ് കിട്ടുന്നത്, പോയതാരാണോ അവർക്കാണ് കിട്ടുന്നത്. നേർച്ച പ്രകാരം നടത്തുന്ന ആൾക്ക് ഇതിനകത്ത് വലിയ ബെനിഫിറ്റൊന്നുമില്ല. ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തി ഇങ്ങനെ ഒരു പാല വിട്ടിരിക്കുക. അത് ഇവിടെ പറഞ്ഞത് പരസ്പരം മഹത്വം സ്വീകരിക്കും. എന്നിട്ട് പറയും പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ഭയങ്കര തിരക്കുള്ള ആളാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാണെങ്കിലും ഞാനത് നിർബന്ധിച്ച് ആ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നു, കാരണം ഭയങ്കര തിരക്കും ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പുകഴ്ത്തുന്ന കാണാൻ പറ്റും. കുറേ കാര്യം പറഞ്ഞൊക്കെ പുകഴ്ത്തും. ഇത് തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ നീ പുകഴ്ത്തൽ തന്നെയാണ്. ഇങ്ങനെ പുകഴ്ത്തി പരസ്പരം മഹത്വം സ്വീകരിക്കുക. ഞാൻ എന്തൊക്കെയാണൊരു സംഭവമാണ് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും. എന്നുവെച്ചാൽ യേശുക്രിസ്തുവിൽ നിന്ന് വരുന്ന മഹത്വം, ഏക ദൈവം, ഒരേ ഒരു ദൈവം നമുക്കുള്ളൂ, ആ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം വിശ്വാസമില്ലാത്തവർ ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു തിരിച്ചുവരവ് ഈ കാര്യത്തിൽ വേണം. കാരണം യേശുവിൻ്റെ നാമം എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല. ആ നാമം ഉപയോഗിച്ച് എനിക്ക് പ്രശസ്തനാകാനോ പദവി എടുക്കാനോ പേരെടുക്കാനോ ഉള്ളതല്ല. ആ നാമത്തിന് ഞാൻ എപ്പോഴും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ആ നാമത്തെ ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് എനിക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ എനിക്ക് തീർച്ചയായിട്ടും തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു കൂലി ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനം 15:15 പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. കണ്ടോ, ദൈവത്തിന് വേണ്ടിയുള്ള ജോലി, അതാണ് സുവിശേഷം. ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അങ്ങനെ എന്ത് കാര്യം ചെയ്താലും ദൈവമഹത്വം. 1 കൊരിന്ത്യർ 10:31. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം. കാരണം ഭക്ഷിക്കുന്നതും ദൈവം എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ടാണ്. എൻ്റെ ഒരു കുടലിന് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ ശരീരത്തിൽ ഞരമ്പുകൾ മറ്റ് രക്തത്തിലൊക്കെ ഉള്ള കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ചില ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ചില രോഗങ്ങളുള്ളപ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അകത്തോട്ട് പോകുന്നതും പുറത്തേക്ക് വരുന്നതും എല്ലാം ദൈവത്തിൻ്റെ വളരെ ശക്തമായ ക്രമീകരണമാണ്. കാരണം ഈ അകത്തേക്ക് പോകുന്നതെല്ലാം ദഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരുള്ളപ്പോൾ നമ്മൾ ദഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയായിട്ട് കാണണം. ഒരു ചെറിയ വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നൽകിയ സംസാരശേഷി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ മനസ്സിനെ ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഇവിടെ പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. കൊളോസ്യർ 3:17 പറയുന്നുണ്ട്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യണം. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ യേശു നാമത്തിലാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. പിശാചിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കും സൂചിപ്പിച്ചു. 4-ാം ലൂക്കാ സുവിശേഷം 4:5 പറയുകയാണ്, പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതിൻ്റെ മേലാ രാജ്യങ്ങളുടെ മേലുള്ള മഹത്വം, ഭൂമിയുടെ മേലുള്ള മഹത്വം എല്ലാം ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാച് അവിടെ നിന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുള്ളതാണ്. പിശാച് പറയുകയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. അപ്പോൾ പിശാച് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നൊരു ദയാലുവിനെ പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അധികാരവും മഹത്വവും നീ എനിക്ക് തരികയാണെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്ന് വെച്ചാൽ
സാത്താനെ ആരാധിക്കുന്നവർക്ക്, സാത്താനെ മഹത്വപ്പെടുന്നവർക്ക് പിശാച് ഇഷ്ടമുള്ള പലതും കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. അപ്പം പുള്ളിക്ക് ആരാധന കിട്ടാൻ ഭയങ്കര താല്പര്യം. അതുകൊണ്ട് പുള്ളി ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നിൻ്റേതാകും. ഇപ്പോൾ യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതാണ്. അപ്പോൾ ഈ പിശാചിന് മഹത്വവും അധികാരം കൊടുക്കുന്ന വ്യക്തികളിൽ നിന്ന് നിരവധിയുണ്ട്. അവരെല്ലാം എന്ത് ചെയ്യുകയാണ്? അവർ പലപ്പോഴും പിശാച് തരുന്ന പലതിൻ്റെയും പുറകെ പോയി ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരിച്ചു വരുവാനായിട്ട് നമ്മളൊരു തീരുമാനമെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഏറ്റുപറയണം. പേരെടുക്കാനോ പ്രശസ്തരാകാനോ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കുന്നവരെല്ലാവരും എന്തു ചെയ്യാണ്? ദൈവനാമത്തെയും പ്രവർത്തനത്തെയും മറയാക്കും. അങ്ങനെ മറയാക്കി അവർ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവനാമത്തെ മറയാക്കി പ്രവർത്തിക്കേണ്ടവരല്ല. ദൈവം ഈ ഭൂമിയിലേക്ക് യേശുവിൻ്റെ നാമത്തിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതും യേശുവിൻ്റെ നാമത്തിലൂടെയാണ് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അവസരം കിട്ടിയതും മാമോദിസ ലഭിച്ചതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യ വിശ്വാസമായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വ്യക്തിയായി മാറ്റപ്പെടണം. അത് എനിക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടല്ല. ചിലത് ഞാൻ കണ്ടുണ്ട്, ചില ധ്യാനഗുരുക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പൂജ എന്താ പറയുക, പൂജിക്കൽ പരിപാടി ഇന്ന് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുക. പിശാച് പറഞ്ഞ കണക്ക് ഈ അവനെ ആരാധിക്കുന്ന പരിപാടി പോലെയാണ് പലരും ആരാധിക്കുന്നത്. നമ്മൾ സ്നേഹം കൊണ്ട് പലതും നമുക്ക് ചെയ്യാം, സ്നേഹം കൊണ്ട് പലതും നമുക്ക് ചെയ്യാം, ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നമുക്ക് സഹായിക്കാം. പക്ഷേ ഒരു മേലാളൻ പദവി അവസ്ഥ അതൊക്കെ ദൈവത്തിന് വിരുദ്ധമാണ്. കാരണം ഈശോയുടെ ലൈഫ് നിങ്ങളെടുത്ത് അറിയാൻ പറ്റും. മീൻ പിടിക്കുന്നവരുടെ കൂടെയും അവരെ വള്ളത്തിലും പാവപ്പെട്ടവരുടെ വീട്ടിലുമൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. അപ്പോൾ എല്ലാ തലത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഈശോയുടെ ബന്ധം എന്തായിരുന്നു? ഈ ലോകത്തിന് അധിപനായ കർത്താവ് ഈശോ എന്തു ചെയ്യുന്നു? ആ ബന്ധങ്ങളെല്ലാം മനുഷ്യനായിരിക്കും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ട് നമുക്ക് പക്ഷപാതമില്ലാതെ നമുക്ക് ജീവിക്കുവാനും ശുശ്രൂഷ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. അതുവഴി കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ നിറയപ്പെടും. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ ധ്യാനത്തിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ സംബന്ധിക്കണമെന്ന് പറയുകയാണ്. ഓരോ വ്യക്തിയും താല്പര്യമുള്ള എല്ലാവരും വന്ന് സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജൂലൈ മാസം 24, 25, 26 തീയതികളിലാണ് നമുക്ക് ഓൺലൈൻ ധ്യാനമുള്ളത്. പങ്കെടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ മഹത്വമേറിയ നാമം ഞങ്ങളെ പ്രശംസയ്ക്കും പദവിക്കും അംഗീകാരത്തിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവെ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവെ, ഞങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏതെങ്കിലും രീതിയിൽ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. കർത്താവെ, അങ്ങനെ മഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ട ശുശ്രൂഷകൾ സ്വയം മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കരുണയായിരിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പേര് എഴുതുന്നതിനും ഞങ്ങളുടെ ഫോട്ടോ വയ്ക്കുന്നതിനൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പ്രശംസകളും അല്ലെങ്കിൽ അംഗീകാരങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ടുള്ള മനസ്സ് ഞങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഓർത്ത് അനുദപിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആദിമസഭയിലെ ഓരോ വിശ്വാസിയും ശക്തിപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ. പരിശുദ്ധാമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി. നിരവധി പേർക്ക് ഈ ശുശ്രൂഷകൾ പകർന്നു കൊടുക്കുക. നിരവധി പേർ കർത്താവിൻ്റെ മഹത്വം കാണട്ടെ, കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയട്ടെ. എല്ലാവരെയും കർത്താവായ യേശു സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമം
നാമമുയർന്നിടട്ടെ.